പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം ഓൺലൈനായിട്ട് യോഗം ചേർന്നു. പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ അവർ പരിശോധിക്കും. കേസിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ അറസ്റ്റ് വൈകാൻ സാധ്യത. മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം അറിഞ്ഞ ശേഷം മതി നടപടിയെന്നാണ് ഇപ്പോഴത്തെ ചിന്ത. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറിയതിനു ശേഷം അവരുടെ ഓൺലൈൻ യോഗം ഇപ്പോൾ ചേർന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഈ കേസിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പിമാരും തൊട്ടു താഴേക്കുള്ള ഉദ്യോഗസ്ഥരും SP സോജനും അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ADGPയും ഈ യോഗത്തിൽ ഓൺലൈനായി ചേർന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മുന്നോട്ടുള്ള അന്വേഷണം എങ്ങനെ വേണം എന്ന് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ പ്രധാനപ്പെട്ട കേസുകളായിരിക്കും. ഈ 3 ജില്ലകളിൽ കൂടുതലായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം വിലയിരുത്തുന്നത്. 11 പ്രധാനപ്പെട്ട കേസുകളായിരിക്കും ആദ്യഘട്ടത്തിൽ അവർ ശ്രദ്ധയൂന്നുക എന്നുള്ള കാര്യവും ഇപ്പോൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ സായിഗ്രാം ഡയറക്ടർ കൂടിയായ ആനന്ദ് കുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതെപ്പോഴുണ്ടാകും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നൽകുന്നില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ആനന്ദ് കുമാറിൻ്റെതായി ഉണ്ട്, അത് പരിഗണിക്കട്ടെ കോടതി, അതിനുശേഷം തീരുമാനമാകാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.